ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് ഷൂട്ടുണ്ട്. അത് കണ്ടാലോ? രാവിലെ ഇതാ ഒരു 6 മണിയായപ്പോഴേക്ക് നീച്ചിരുന്നു. ഞാനിന്ന് വയനാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മാറ്റിയിട്ട് വരാം. ഇതാ ഞാൻ കുളിച്ച് മാറ്റി വന്നു. രാവിലെ നല്ല തണുപ്പത്ത് എണീച്ച് കുളിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ പോകണം. നമ്മളൊരു 7 മണിക്കാണ് പോകണമെന്ന് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ഞാനൊരു 6 മണിക്ക് നീച്ചു. പിന്നെ ഇതാ ജസ്റ്റ് അങ്ങനെ ഓവർ മേക്കപ്പ് ഒന്നും ചെയ്യില്ല. അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ കുഴങ്ങും. അതുകൊണ്ട് ചെറുതായിട്ട് മുഖത്ത് കുറച്ച് ലിപ്സ്റ്റിക്കും ബ്ലഷും ഐലൈനറും ഇട്ടിട്ട് നമുക്ക് പോവാം. എനിക്ക് രാവിലെ നീക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര മടിയുള്ള കാര്യമാണ്. എന്നാലും ഞാൻ ഒപ്പിച്ച് രാവിലെ നീച്ചു. പിന്നെ ഇതാ ഏകദേശമൊക്കെ കഴിഞ്ഞു, റെഡി ആവലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ മുടിയും കൂടെ കെട്ടിയാൽ മതി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇടൽ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ. അതുകൊണ്ടാണ് കേട്ടോ അതൊന്നും എടുക്കാഞ്ഞത്. ഞാൻ വെറുതെ ഇങ്ങനെ പോണ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്കിങ്ങനെ എടുക്കാനൊന്നും പറ്റാറില്ല. കുറേ സമയം ഇങ്ങനെ പോവാറുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. എന്നാലും ഞാൻ മാക്സിമം ഈ ഒരു വ്ളോഗിൽ എങ്ങനെയാണ് ഒരു ഷൂട്ടിന് പോകുമ്പോൾ ഉള്ളതൊക്കെ കാണിക്കാം. ഞാനിതാ അപ്പോൾ മുടി ഉണക്കാണ്. മുടി എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണങ്ങി കിട്ടണം. എനിക്കിങ്ങനെ ഡ്രയർ വെച്ച് ഉണക്കിയാൽ ഭയങ്കരമായിട്ട് തലവേദന. എനിക്ക് അത്രയും ലോങ് പോകാനുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഉണങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ഫാൻ ഇട്ടിരിക്കുകയാണ്. ഇതാ ഞാൻ ഐലൈനറൊക്കെ എഴുതി തീർന്നു. ഞാനിവിടെ ലൈറ്റ് ഇട്ട് ഇത്രയും ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ടും എൻ്റെ അനിയനെ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. എനിക്ക് കാണുമ്പോൾ എനിക്ക് ഉറങ്ങാനൊക്കെ തോന്നിയിരുന്നു. പക്ഷെ നമുക്ക് വർക്കുള്ളതുകൊണ്ട് പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിതാ പെട്ടെന്ന് തന്നെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് തീർന്നു. ഞാനിനി പോവാണ്. ഏകദേശം 7 മണി ഇവിടെ ഒരു കുരു ഉണ്ടായിട്ടുണ്ട്, നല്ല വേദനയുണ്ട്. ഏകദേശം 7 മണി ആകുമ്പോഴാണ് നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തന്നെ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനെന്തായാലും ഇനി പോട്ടെ. അപ്പോൾ എൻ്റെ കഴിഞ്ഞു. അപ്പം അമ്മ ചായ ഒക്കെ ഉണ്ടാക്കിയാണ്. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിതാ നേരത്തെ തന്നെ ഇതാ പോവാണ്. സ്കൂട്ടറിലാണ് കേട്ടോ പോണത്. സ്കൂട്ടറിലൊന്നും പോകുമ്പോൾ വീഡിയോ എടുക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഷൂസൊക്കെ ഇട്ടിട്ട് പോവാണ്. അപ്പം ഇനി എന്തായാലും പോണത് കാണിക്കാം. ഇവരുടെ കൂടെ എന്നും പോകുമ്പോൾ ഞാൻ ലേറ്റ് ആവാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെയാണ് കേട്ടോ ഓഫീസിലെത്തിയത്. ഓഫീസിൽ ഇതാ ഇവർ രണ്ടുപേരും നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ വെയിറ്റ് ചെയ്തിട്ടൊന്നുമല്ല, ഞാൻ എത്തിയിട്ട് തന്നെയാണ് അവരെത്തിയത്. പിന്നെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ഇപ്പം നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും എന്ത് ഷൂട്ടിനാണ് വയനാട്ടിലേക്ക് പോകുന്നതെന്ന്. അവിടെ ഒരു വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് MS സ്ക്വയർ ബിൽഡേഴ്സ്. നമ്മുടെ പെരിന്തൽമണ്ണുള്ളവർ തന്നെയാണ്. പകുതി പൈസ കൊടുത്തിട്ട് ബാക്കി പകുതി പലിശ ഇല്ലാതെ മന്ത്ലിയമ്മയായി അടച്ചു തീർക്കാവുന്ന രീതിയിലാണ് വീട് അവർ വെച്ച് കൊടുക്കുന്നത്. നമ്മളിതാ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങി. വയനാട് എത്തിയിട്ട് തന്നെയാണ് ഇറങ്ങിയത് എന്ന് തോന്നുന്നു. ആ ചുരം കയറിയിട്ടാണ് ഇറങ്ങിയത്. മഞ്ചേരി എത്തിയപ്പോൾ അവിടെ നിന്ന് ഒരാളും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വയനാട് എത്തിയിട്ട് എന്താ കഴിച്ചതെന്ന് വെച്ചാൽ പൊറോട്ടയും പത്തിരിയും ചിക്കൻ കറിയും ഒക്കെയാണ് കഴിച്ചത്. അവർ ഇതൊക്കെ ബീഫൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നു. പിന്നെ ആ കടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ളവർക്കൊന്നും സെയിൽ ചെയ്യണം അല്ലെങ്കിൽ കൊടുക്കണം എന്നില്ല. അവർ വെറുതെ ഉണ്ടാക്കി വെച്ച പോലെ തോന്നി. എന്തെങ്കിലും ചോദിച്ചാലും തരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. ഇപ്പം ചായ ചോദിച്ചാൽ തന്നിരുന്നില്ല, കടി ചോദിച്ചാൽ തന്നിരുന്നില്ല, കറി ചോദിച്ചാൽ തന്നിരുന്നില്ല, ഒന്നും തന്നിരുന്നില്ല. പിന്നെ നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിങ്ങനെ സാധാരണ കീ ഹാൻഡ് ഓവറിന് ഓരോ വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലേക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് വാങ്ങിക്കാറുണ്ട്. ഇതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ നെസ്റ്റോയിൽ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ കയറി. ലാസ്റ്റ് വാങ്ങിയത് ഒരു എയർ ഫ്രയറാണ്. അവിടുത്തെ കുറേ സംഭവങ്ങൾ നോക്കി മേടിക്കാൻ പറ്റണതൊക്കെ. പിന്നെ ലാസ്റ്റ് എയർ ഫ്രയറാണ് വാങ്ങിയത്. അതിതാ പാക്ക് ചെയ്തിട്ട് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകണം. അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഫൈനലി നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവരുടെ വീട്ടിലെത്തി. അവർ നമുക്കിതാ വെള്ളവും കേക്കും ബിസ്ക്കറ്റൊക്കെ തന്നു. അതൊക്കെ കുടിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വീഡിയോ എടുക്കാണ് മെയിൻ പർപ്പസ്. പിന്നെ അവിടെ എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ എഗ്രിമെൻറ്റ് സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു. കീ ഹാൻഡ് ഓവർ ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിങ്ങനെ അവിടെ കുറേ സമയമൊന്നും ഇരിക്കാറില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. ഷൂട്ടിങ്ങൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തു. പിന്നെ അവിടുത്തെ എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സെറ്റിൽ ചെയ്യായിരുന്നു. നല്ല ഭംഗിയുള്ള വീടായിരുന്നു. സിമ്പിളായിട്ടുള്ള വീടാണ്. പക്ഷേ അവർ മാക്സിമം അവിടുത്തെ സ്പേസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എഗ്രിമെൻറ്റും എഴുതി. പിന്നെ ഇതാ കീ ഹാൻഡ് ഓവറും കഴിഞ്ഞു. ആ ഗിഫ്റ്റും കൊടുത്തു. പിന്നെ നമ്മൾ അവിടെ കുറേ സമയമൊന്നും നിന്നില്ല, പോരാണ് വേഗം. പിന്നെ പോയത് അവിടെ അടുത്ത് തന്നെ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു, അവിടേക്കാണ് പോയത്. അവരവിടെ സൈറ്റിൽ നോക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ അവിടെ കാറിലിരുന്നു.
എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നതാണ്. ഞാൻ കുറച്ച് ടയർഡായിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ സമയമായിട്ടും നമ്മൾ ഫുഡ് കഴിക്കാൻ അവിടെ നല്ല കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ കടയിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അവിടുത്തെ സൈറ്റിൽ നിന്ന് പോന്നിട്ട് നമ്മൾ പിന്നെ അന്വേഷിച്ച് പോയത് എവിടേക്കാന്ന് വെച്ചാൽ അവിടെ നമ്മളുടെ സിനിമ നടൻ്റെ ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു, എന്തോ 90s എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ തപ്പി ഗൂഗിളിലൊക്കെ അടിച്ച് പോയി, വഴിയൊക്കെ തെറ്റി. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതാ കടയിൽ തന്നെ എത്തി. റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ കഴിഞ്ഞത്. കാരണം സമയം 3 മണി കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്പെഷ്യൽ മെനു ഒക്കെ കഴിഞ്ഞിരുന്നു. എന്നാലും അവിടെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിതാ ബിരിയാണി ഓർഡർ ചെയ്തു. എല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ചിക്കൻ ബിരിയാണി ആയിരുന്നു. ബിരിയാണി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കിങ്ങനെ ആ കടയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല തിരക്ക്. ആ 3 മണിക്ക് പോലും അത്ര തിരക്കുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് അടിപൊളിയായിട്ട് തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ബിരിയാണി വന്നു, എനിക്കിഷ്ടമായി കേട്ടോ. നമ്മൾ ഈ കോഴിക്കോട് നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ നല്ല ബിരിയാണി തന്നെയാണ് എനിക്ക് ആ കടയിൽ നിന്ന് കിട്ടിയത്. പിന്നെ അവിടുത്തെ ചമ്മന്തിയും സാലഡും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് രണ്ടും നല്ല ഇഷ്ടമായി. അച്ചാറും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. ബിരിയാണി സത്യമായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയുമായിരുന്നു. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. ഞാൻ സാധാരണ ബിരിയാണി വാങ്ങി ഫുള്ളൊന്നും കഴിക്കാറില്ല. പക്ഷേ അവിടുത്തെ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് തന്നെ ഞാൻ കുറേ കഴിച്ചു. എന്നെക്കൊണ്ട് പറ്റണ അത്രയും ഞാൻ കഴിച്ചിരുന്നു. ഇതാ കാലിയാക്കിയിട്ടുണ്ട് ബിരിയാണി പ്ലേറ്റൊക്കെ. പിന്നെ അങ്ങനെ കുറേ സമയമൊന്നും അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പം തന്നെ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ദൂരത്തേക്ക് പോയി ഫോട്ടോസൊക്കെ ഇടുന്നത് വെറുതെ അല്ലേ എന്ന്. ഞാൻ സാധാരണ വർക്കിനൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും നല്ല സ്ഥലത്തൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കും. ഒരു ട്രിപ്പ് മോഡ് പിടിച്ച് സ്റ്റോറിയൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഞാൻ വർക്കിന് പോകുമ്പോഴാണ് അത് ഇടാറ്. എല്ലാവരുടെയും വിചാരം ഞാൻ വീട്ടിൽ നുണയും പറഞ്ഞ് വർക്കെന്നും പറഞ്ഞ് ഞാൻ വേറെ സ്ഥലത്തേക്കൊക്കെ കറങ്ങാൻ പോവുകയാണെന്നാണ്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. എന്തായാലും നമ്മൾ പോവുകയാണ് ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇത്രയും ദൂരത്തേക്ക്. അത്രയും നേരം നമ്മൾ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ പിന്നെ അവിടുത്തെ നല്ല സ്ഥലം കൂടെ കണ്ട് ഫോട്ടോസ് എടുക്കുന്നത് തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെയാണ്. നിങ്ങളും അങ്ങനെ ആവണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ പോണ സ്ഥലത്ത് നല്ല ഫുഡ് സ്പോട്ട് ഉണ്ടാവും, നല്ല സ്പോട്ടുകൾ കാണാൻ പറ്റിയതുണ്ടാവും. അപ്പോൾ അവിടേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുന്നത് തെറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇന്ന് പോയ വീട് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് റീലാക്കിയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ കയറി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.